ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ചെറിയ സവാളയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കുക. വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും കൂടി ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ക്യാബേജ് ചേർക്കണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ക്യാപ്സിക്കം ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ക്യാപ്സിക്കത്തിന് അധികമായിട്ട് അങ്ങനെ വെന്ത് വരാനുള്ള സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. മാത്രമല്ല വളരെ നൈസായിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി. അപ്പോൾ ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നന്നായിട്ട് അത് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊരു പുളിപ്പും മധുരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫില്ലിങ്ങിന്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത്, ഞാൻ ഇവിടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞളും ചേർത്തിട്ട്. അപ്പോൾ അത് പൊടിച്ച് ചിക്കനാണ് കേട്ടോ, വേവിച്ച് പൊടിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അത് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് എല്ലാം കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് കറിവേപ്പിലയോ അല്ലെന്നുണ്ടെങ്കിൽ മല്ലിയിലയോ ചേർക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഗോതമ്പ് പൊടിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ മൈദയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു കളറൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ ഷെയ്ഡൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. മുട്ട വേണമെങ്കിൽ മുട്ട ചേർക്കാം. അതുപോലെ ഞാനിവിടെ വെള്ളമാണ് ചേർത്തത്, നോർമൽ വാട്ടർ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് പാല് ചേർക്കാവുന്നതാണ് കേട്ടോ. പാലും ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം വെള്ളം ചേർക്കുന്നത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം മാത്രം ഇത് അടിച്ചെടുത്താൽ മതി. മാത്രമല്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക. ഇല്ലെങ്കിൽ അത് മാവ് ഒരു വലിഞ്ഞ് വരുന്നത് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം മാത്രം അടിക്കുക. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടി പിന്നീട് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിച്ച് നോക്കിയിട്ട് വീണ്ടും വെള്ളം വേണമെങ്കിൽ ചേർക്കുക. ഇതൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ്. ഇപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ ഞാനെടുത്ത ആ 1/2 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു തിക്നെസ്, ഈ ഒരു പരുവത്തിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്കിത് അല്പം കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിന് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരവൊന്നുമില്ല, ഒരു ചെറുതായിട്ടൊരു കളർ മാറിക്കിട്ടും. ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കത് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, എങ്കിൽ മാത്രമേ നല്ല നൈസായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് ഒരുപാടങ്ങ് ദോശ പോലെ കട്ടിയായി പോകും. അപ്പം മടക്കി വെക്കുമ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കുകയൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു വശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യും ഓയിലും ഒക്കെ തടവി മതി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യാണ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ദോശ അത് ഒഴിക്കാനായിട്ട് കേട്ടോ, മാവ് കോരി ഒഴിക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് 2-3 തവണയായിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മറുവശം തിരിച്ചിട്ടിട്ട് അടിഭാഗം തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ പുറമേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ് ഇത് മറുഭാഗത്തായിട്ട് ഇത് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മടക്കി വയ്ക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടായിരിക്കും. ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടൊക്കെ കൊടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ആ ഒരു വശത്തേക്ക് സൈഡിലായിട്ട് മാവ് ഉണ്ട്, അതായത് ഇതിൻ്റെ മാവ് തന്നെ കാണുമല്ലോ, മൈദ മാവ്, അതിൻ്റെ അത് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക കേട്ടോ. ഒട്ടിച്ചതിന് ശേഷം മാത്രം എണ്ണയിലിടുക. അല്ലെന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ഒക്കെ ആ ഒരു സൈഡിൽ കൂടെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചിട്ട് മൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം ഞാൻ ഇതുപോലുള്ള ഒരുപാട് ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും സ്നാക്സിൻ്റെയൊക്കെ റെസിപ്പീസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്